റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ പുതിയ ഡെവലപ്മെൻറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. റിയാസ് മൗലവി വധക്കേസിനകത്ത് തുടക്കം മുതൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയമാണ്. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു പരിശ്രമത്തിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ 2019 സാബിത്ത് കൊലക്കേസിലെ വിധി കാസർഗോഡ് വന്നത്. സാബിത്ത് കൊലക്കേസിലെ വിധി വന്ന സമയത്ത് ഗവൺമെന്റ് അന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇതിന് അപ്പീൽ പോകുന്നതാണ്. ഇതേപോലെ റിയാസ് മൗലവി വധക്കേസിന് സമാനമായ വിധത്തിൽ പ്രതികളെ മുഴുവൻ വെറുതെ വിടുകയുണ്ടായി. അങ്ങനെ വെറുതെ വിട്ട പശ്ചാത്തലത്തിൽ പറഞ്ഞത് ഞങ്ങൾ സാബിത്ത് കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അപ്പീൽ പോകുന്നതാണ്. ഞാൻ ഈ സംസാരിക്കുന്ന ഈ സെക്കൻഡ് വരെ സാബിത്ത് കൊലക്കേസിൽ അപ്പീൽ പോയിട്ടില്ല. കാര്യം എന്താണ്? ആ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ആ കൊലപാതകത്തിലെ പ്രോസിക്യൂഷന്റെ ദുർബലത ഡിസ്കഷൻ ചെയ്തിട്ടില്ല. സർക്കാർ പ്രതികൂട്ടിൽ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സാബിത്ത് കൊലക്കേസ് അവിടെ വെച്ചിരിക്കുന്നു. 2019 വന്നിരിക്കുന്ന വിധി. എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന റിയാസ് മൗലവി തീർച്ചയായിട്ടും അത് അപ്പീലിന് പോകേണ്ടതാണ്. ഹൈക്കോടതിയിലേക്ക് പോകേണ്ട കേസ് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിലും കളിക്കുന്നത് രാഷ്ട്രീയമാണ്, സത്യസന്ധമായിട്ടല്ല. ഈ റിയാസ് മൗലവി വധക്കേസിലെ സുപ്രധാനമായ പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്തായിരുന്നു വെച്ചാൽ പ്രോസിക്യൂഷൻ ദുർബലമായിരുന്നു എന്നാണ് ഈ കേസിലെ ഏറ്റവും ശക്തമായ വാദം. പ്രോസിക്യൂഷൻ ദുർബലമാണ് എന്ന വാദത്തിന് എതിരായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ അതിലെ പ്രോസിക്യൂട്ടർ വലിയ കലിയിളകി വളരെ നാടകീയമായ അദ്ദേഹത്തിന്റെ ഡയലോഗുകളൊക്കെ കേൾക്കുകയുണ്ടായി. സത്യത്തിൽ ഈ കേസിന്റെ നാൾവഴികൾ, ആ കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായത്. ഒന്നെന്താന്ന് വെച്ചാൽ ഇതിലെ പ്രോസിക്യൂട്ടർ തന്നെ അദ്ദേഹം എതിരായിട്ട് വളരെ കൃത്യമായൊരു കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചീറ്റിംഗ് കേസാണ്. എന്ന് വെച്ചാൽ ഒരു പോക്സോ കേസിൽ പ്രതിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വിക്ടിമിന് കൊടുക്കേണ്ടതിന് പകരം ഈ വക്കീൽ ആ പൈസ അടിച്ചു മാറ്റി എന്ന ആരോപണം ഉണ്ടാവുകയും ഈ പരാതി അവിടെ ഏതാണ് കോടതിയിലേക്ക് വരിക. അപ്പോൾ ഇവിടെ JFCM കോടതി പേരാമ്പ്രയിൽ അണ്ടർ സെക്ഷൻ 420 IPC ആക്ട് അനുസരിച്ച് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ പരാതിക്കാരി എന്ന് വെച്ചാൽ ഇതിൽ വിക്ടിം കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസ് ഇത് രജിസ്റ്റർ ചെയ്ത ഉടനെ പോയിട്ട് പൈസ കൊടുത്തിട്ട് അത് സെറ്റിൽ ചെയ്യാണ്. അതിനുശേഷം ബാലുശ്ശേരിയിൽ 39/18 ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വീണ്ടും ഇയാളുടെ പേരിൽ വന്നു. ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ ക്വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. അതിന്റെ റീസൺ സ്റ്റേഡ് ആയിരിക്കുന്നത് അപ് ടു 17/4/24 17/4/24 അത് സ്റ്റേഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു ചീറ്റിംഗ് കേസിനകത്ത് പ്രതി ചേർക്കപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രോസിക്യൂട്ടറാണ് റിയാസ് മൗലവി വധക്കേസിലെ പ്രോസിക്യൂട്ടറായിട്ട് വന്നിട്ടിരിക്കുന്ന വ്യക്തി. ഇത് ഞാൻ പറയുന്നത് വളരെ ആധികാരികമായിട്ടാണ്. ഹൈക്കോടതിയിലെ കേസ് പെൻഡിങ് ആണ്. അത് കൊടുത്തിരിക്കുന്നത് ക്വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാണ്. ഇത്ര പ്രമാദമായ ഒരു കേസ്, പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ കാസർഗോഡ് നടക്കുന്ന ഈ കൊലപാതകങ്ങൾക്ക് വേറെ കൂടെ ഒരു സംഘീയ ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കാസർഗോഡ് ഇത് കർണാടക ബേസ്ഡ് ആയിട്ടുള്ള മംഗലാപുരത്തുള്ള കുറേ RSS ക്രിമിനലുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കേരളത്തിൽ ഈ കലാപം ഉണ്ടാക്കാൻ വേണ്ടി, കാരണം കേരളത്തിലെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ അറിയാം, BJP അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയല്ല. കലാപം ഉണ്ടാക്കാൻ വേണ്ടി നേരെ കാസർഗോഡ് വരും, കൊലപാതകങ്ങൾ നടത്തുക. ഇത് ഒരു പതിവാണ്. അതിന്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന വേറെ വന്നിരിക്കുന്ന സാബിത്തിന്റെ ഒക്കെ കേസ്, സാബിത്തിന്റെ കേസൊക്കെ അതിന് സമാനമായ കാര്യമാണ്. ഇങ്ങനെ ഒരു എന്ന് വെച്ചാൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മത അന്തരീക്ഷത്തെ അപകടപ്പെടുത്തുന്ന ഒരു പരിശ്രമത്തെ ഇല്ലായ്മ ചെയ്യേണ്ടുന്ന വിഷയത്തിൽ നിർദാക്ഷിണ്യം പ്രതികൾ ഇങ്ങനെ പുറത്തിറക്കി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ അത്ര പ്രമാദമായ ഒരു കേസിനകത്ത് ഈ റിയാസ് മൗലവി വധക്കേസിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. CPM-ഉമായിട്ട് ഒരു രാഷ്ട്രീയ സൗഹൃദം നിലനിർത്തുന്ന ഒരു പ്രാസ്ഥാനിക ബന്ധം പോലും ഈ പാവം മൗലവിക്കുള്ളതാണ്. എന്നിട്ട് പോലും ആ മര്യാദ പോലും കാണിക്കാതെ ഇത്രമേൽ ക്രിമിനലായിട്ടുള്ള അല്ലെങ്കിൽ അത്രമേൽ ഒരു ഫ്രോഡ് പശ്ചാത്തലമുള്ള ഒരു പ്രോസിക്യൂട്ടറെ ആണ് ഇതിൽ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയത് എന്ന് തന്നെ എത്ര അലംഭാവത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയുമാണ്. താല്പര്യം മീൻസ് ചില ഇൻട്രസ്റ്റുകളുടെ പേരിലാണ് ഗവൺമെന്റ് റിയാസ് മൗലവി കേസിന്റെ പ്രോസിക്യൂഷൻ നടത്തിയത് എന്നതിന് തെളിവാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായി ഇപ്പോൾ മുഖ്യമന്ത്രി ഇതിനകത്ത് പറയുന്ന ഒരു രസകരമായ കാര്യം എന്താ വെച്ചാൽ വിക്ടിമിന്റെ അല്ലെങ്കിൽ റിയാസ് മൗലവിയുടെ കുടുംബത്തിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെ താല്പര്യം. ഇന്നിപ്പോ പറയാൻ പോണ എന്താണ്,
പിന്നെ റിയാസ് മൗലവിയുടെ ഭാര്യ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കുടുംബം പറഞ്ഞിരിക്കുന്നു, പ്രോസിക്യൂഷന് കുഴപ്പമില്ലല്ലോ. ഒരു കൊലപാതകം നടന്നാൽ അതെങ്ങനെയാണ് കുടുംബത്തിന്റെ കാര്യമാവുക? ഒരു കളവ് നടന്നാൽ എങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെ കാര്യമാവുക? അത് പബ്ലിക്കിലേക്ക് പോകും. അതൊരു രാജ്യത്തിന്റെ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്കാണ് പോവുക. അതൊരു കുടുംബത്തിന്റെ പ്രശ്നമൊന്നുമല്ല. അത് കുടുംബത്തിന്റെ ആൾ പറയാണ് ഞങ്ങൾക്ക് ഇന്ന വക്കീൽ പ്രോസിക്യൂട്ടർ മതി എന്ന് പറഞ്ഞാലും ഗവൺമെന്റ് പറയേണ്ടതുണ്ട്. അതല്ല, ആ കേസ് തെളിയിക്കപ്പെടേണ്ടതാണ്. ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയേണ്ട ഗവൺമെന്റ് കുടുംബം പറയുന്നതിനനുസരിച്ച് പ്രോസിക്യൂട്ടർ വെച്ചു എന്ന് പറയുന്നത് തന്നെ ഈ കേസിനോട് കാണിക്കുന്ന അലംഭാവത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ കേസിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത് നാടകമാണ്. നിലവിൽ നടത്താൻ ശ്രമിക്കുന്നതും വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ മാത്രമാണ് എന്ന് പറയുകയാണ്. പിന്നെ അതിലെ പ്രാഥമികമായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം ഇതാണ്. ഈ ക്രിമിനൽ പശ്ചാത്തലം മൂടി വെച്ചത് വലിയ എന്തുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ നേരത്തെ മുൻകൂട്ടി പറഞ്ഞില്ല? അല്ല, അത് നമ്മൾ അങ്ങനെ ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഇപ്പൊ പറയണു, സമയമില്ലല്ലോ. ഇന്നിപ്പം ആ കേസ് ഹൈക്കോടതിയിലേക്ക് പോവല്ലേ, അപ്പോഴല്ലേ പറയണു. ഞാനിത് പറയണു, ഇത് ഒരു കാര്യത്തിൽ നമ്മൾക്ക് ചില ആളുകൾക്ക് ചില മുഖംമൂടികൾ ഉണ്ടാവുമല്ലോ, അത് പതുക്കെ പതുക്കല്ലേ വീടുള്ളൂ. നമ്മൾ അറിയില്ലല്ലോ. ഈ പ്രോസിക്യൂട്ടർ പ്രതിപക്ഷ നേതാവിനെതിരെ ഭയങ്കര നാടകീയമായ ബോഡി ലാംഗ്വേജിലൊക്കെ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു. അയാൾക്കത് പ്രതികരിക്കാനുള്ള റൈറ്റ് എന്താണ്? അയാളുടെ പേരിൽ ഒരു ചീറ്റിംഗ് കേസ് ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്, സ്റ്റേയിഡാണത്. അതും റീസൺലി ഞാൻ പറഞ്ഞല്ലോ 17/4/2024 കേസ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഈ പിന്നെ പ്രോസിക്യൂട്ടർ എന്നിരിക്കെ അതെന്തോ ആവട്ടെ, അത് അദ്ദേഹത്തിന്റെ കേസുകളൊക്കെ പലരുടെ പേരിലുണ്ടാകും. പക്ഷേ ഒരു ഗവൺമെന്റ് ഈ വിഷയത്തിൽ അത്തരത്തിൽ ആരോപണ വിധേയനായ ഒരു പ്രോസിക്യൂട്ടറെ ഇതിന്റെ പ്രോസിക്യൂഷൻ പ്രക്രിയകൾക്ക് വേണ്ടി എങ്ങനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അതിലെ പ്രശ്നം. അല്ല, കേസിനെ ബാധിച്ച് എങ്ങനെയാന്ന് പറയാം. കേസിനെ ബാധിച്ചത് എന്താ? ഈ അയാൾക്കെതിരെ കേസ് അറിയോ? പിന്നെ വിക്ടിമിനെ കൊടുക്കാൻ എന്ന വ്യാജേന പ്രതിയുടെ കയ്യിൽ നിന്ന് 10-40 ലക്ഷം രൂപയോളം വാങ്ങിയിട്ട് വിക്ടിമിന് കൊടുത്തില്ല. അതെങ്ങനെ ഈ കേസിൽ ബാധിക്കും? ഈസി അല്ലേ? ഒരു പ്രോസിക്യൂട്ടർ അങ്ങനത്തെ ഒരു പശ്ചാത്തലമുള്ള ആളെ എങ്ങനെ ഈ കേസിൽ ബാധിക്കുന്നു ഞാൻ വിശദീകരിക്കണോ? നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് കേസാണത്. ഞാനീ പറയുന്നത് ഊഹല്ല. പോക്സോ കേസ് ഒത്തുതീർപ്പാക്കുന്ന കേസ് അത് വേറെ കിടക്കണു. പ്രതിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് വിക്ടിമിന് കൊടുക്കുന്നു 40 lakhs. എന്നിട്ട് വിക്ടിം എന്ത് ചെയ്യണു? എനിക്ക് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നു. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണു? ഈ പ്രതി ഉണ്ടല്ലോ, പ്രതി ഞാൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. അതിലൊക്കെ കക്ഷി ആരാണ്? ഈ പറയുന്ന പ്രോസിക്യൂട്ടറാണ്. അപ്പൊ അതിനപ്പുറത്ത് ഇയാളുടെ പശ്ചാത്തലത്തിൽ എന്താ സംശയത്തിന് ഇതുള്ളത്? അസ്ലം ചോദിച്ചത് അതെ. അല്ല, ഇതിലെ ഇൻട്രസ്റ്റ് ഞാൻ പ്രതിയല്ലോ പറയണത്. ഇതിലെ ഇൻട്രസ്റ്റ് ഗവൺമെന്റിൻ്റെതാണ്. ഞാൻ ഗവൺമെന്റിന്റെ ഇന്റൻഷനെയാണ് ചോദ്യം ചെയ്യുന്നത്, അല്ലാതെ ഒരു വക്കീലിനല്ല. വക്കീൽ പോയ വേറെ വക്കീൽ ഉണ്ടാവുമല്ലോ. ഗവൺമെന്റ് വേണമെങ്കിൽ എന്താ ഇയാൾ എടുക്കണം എന്താ നിർബന്ധമുള്ളത്? ഇയാളെ എന്തിന് ചൂസ് ചെയ്തു? അതാണ് ഗവൺമെന്റ് മറുപടി പറയേണ്ടത്. അല്ലാതെ ഒരു പ്രോസിക്യൂട്ടറുടെ പേരിലോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിലോ വ്യക്തികളിൽ ആരൊക്കെ എന്തൊക്കെ ടൈപ്പ് ആളുകൾ ഉണ്ടാവും? ഈ കേസ് കോടതിയിൽ എത്തിയ ശേഷമാണ് പ്രോസിക്യൂട്ടർ കോൾ വരുന്നത്. പോലീസ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചുള്ള അതിന്റെ മൊബൈൽ ഫോൺ ബന്ധപ്പെട്ട വിവരങ്ങൾ എടുക്കുന്നതിന് DNA പരിശോധന അടക്കമുള്ള വളരെ ഗുരുതരമായ ചില പിഴവുകൾ പറയുന്നത് പോലീസ് അന്വേഷണത്തിന്റെ വിഷയത്തിൽ. ഇത്തരം കേസുകളിലെ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നാടാറാണല്ലോ നമ്മളുടെ ഭരണം എന്ന് പറയുന്നത്. അപ്പുറം ഇപ്പുറം വരും. അപ്പം ഒരു കൊലപാതകം നടക്കുന്ന UDF കാലത്തായിരിക്കും, ഇതിന്റെ പ്രോസിക്യൂഷൻ വിധിയും വരുന്നത് LDF കാലത്താവും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് പറയാൻ തരുമോ ആ കാലത്ത് പോലീസിന്റെ അന്വേഷണം മോശമായിരുന്നു നോക്കിയാണ്? ഇതത് പറയാൻ കഴിയില്ല. ഈ കൊലപാതകം നടക്കുന്നത് പിണറായി സർക്കാരിന്റെ കാലത്താണ്, ഇതിന്റെ വിധി വരുന്നത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. എന്ന് വെച്ചാൽ ഈ കേസിന്റെ ആപാത ചൂടം വന്നിരിക്കുന്ന എല്ലാ പ്രക്രിയകൾക്കും സർക്കാർ ഉത്തരവാദിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ സാബിത്തിന്റെ കേസ് വിട്ടതിന് വേണമെങ്കിൽ പറയാം, 2013 എന്റെ ഓർമ്മ സാബിത്ത് കേസ് വരുന്നത് അല്ലെ, 2013 തോന്നുന്നു സാബിത്ത് കേസ് വരുന്നത്. ആ ഉമ്മൻചാണ്ടി സർക്കാരാന്ന് പറയാം. എന്നിട്ട് പറയാം അതുകൊണ്ടാണ് 2019 പ്രോസിക്യൂഷൻ ദുർബലമായി പോകുന്ന കാരണം പ്രാഥമിക അന്വേഷണം പോയി എന്നാണ്. ഇതിനത് പറയാൻ കഴിയില്ല. ഇത് രണ്ടും നടക്കുന്നത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. രണ്ടിലും വീഴ്ചയുണ്ടെന്നാണ്. അതുകൊണ്ടാണല്ലോ പ്രോസിക്യൂഷനിൽ ഇതാണ്. ഇപ്പൊ ഈ അഡ്വക്കേറ്റ്സും CPM ആളുകൾ അനുബന്ധ ആളുകളും പിന്നെ ജഡ്ജിനെ പിന്നെ ആക്ഷേപിച്ച് സംസാരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റെക്കോർഡിക്കലായിട്ടും അല്ലാതെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ലല്ലോ ഇവർ ഈ കേസിൽ എന്ത് താല്പര്യം എടുത്തു? അതിന്റെ മെറിറ്റാണ് ഞാൻ പറയുന്നത്. ഈ വക്കീലിന്റെ പശ്ചാത്തലം പോലും, ദാറ്റ് മീൻസ് ഈ പ്രോസിക്യൂട്ടറുടെ പശ്ചാത്തലം പോലും അത്തരത്തിൽ ക്രെഡിബിൾ അല്ല. ഞാൻ ആദ്യം തന്നെ മറുപടി പറഞ്ഞു.
ഭാര്യയുടെ പ്രശ്നമല്ല. ഭാര്യ മാത്രമല്ല, അയാൾക്ക് വാപ്പയൊക്കെ ഉണ്ട്. അവരൊന്നും അഭിപ്രായമല്ല. അത് പോട്ടെ, അവരുടെ വികാരത്തെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. കാരണം എന്താ അറിയോ, 2-3 വർഷം സർക്കാർ ബാക്കിയിരിക്കുകയാണ്. അവർക്ക് ഈ കേസ് ഹൈക്കോടതിയിൽ പോകണം, ഗവൺമെൻറ്റിന് അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കൊലപാതകം നടന്നാൽ എൻ്റെ വീട്ടിൽ നിന്നൊരു സാധനം കട്ടുകൊണ്ടുപോയാൽ അത് എനിക്ക് എൻ്റെ മുതലാന്ന് പറഞ്ഞ് വാങ്ങാൻ പറ്റുമോ? കേസ് തീരണ്ടേ കോടതിയിൽ? ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പബ്ലിക് ഇഷ്യൂ ആണ്, അതൊരു ഫാമിലി ഇഷ്യൂ അല്ല. ഫാമിലി നാളെ കൊല്ലുന്ന കേസുകൾ ഉണ്ടായില്ലേ, അതുകൊണ്ട് ഫാമിലി ഇഷ്യൂ ആണ്. ഇത് ഫാമിലി ഇഷ്യൂ അല്ല. റിയാസ് മൗലവിയുടെ കുടുംബം ഒന്നടങ്കം പറഞ്ഞാലും നിങ്ങൾക്ക് പബ്ലിക് സെന്റിമെന്റ്സ് പറയാം. പക്ഷേ നിയമത്തിൽ അത് ഘടകമല്ല. നിയമത്തിൽ ഗവൺമെന്റിന്റെ ഇതൊരു പബ്ലിക് ഇഷ്യൂ ആണ്. ഇനി ഈ കേസ് അന്വേഷിക്കണ്ട എന്ന് റിയാസ് മൗലവിയുടെ ഏതെങ്കിലും ബന്ധു പറഞ്ഞാൽ സർക്കാർ കേസ് വിടണമെന്നർത്ഥം? അത് കാരണമല്ല. അതെന്റെ കാരണം. അവരുടെ ഒരുപാട് വിഷമങ്ങൾ അവർക്കുണ്ടാവും. അവരെ ഞാൻ ഇതിനകത്ത് എൻ്റെ മറുപടിയിലേക്ക് വലിക്കണില്ല. പക്ഷേ അതിൻ്റെ ഞാൻ കോമൺ ആയിട്ട് ചോദിക്കുന്നത്, ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നാൽ അത് കുടുംബത്തിൻ്റെ ഇഷ്യൂ അല്ലല്ലോ. നിങ്ങൾ ഇത്ര മീഡിയക്കാർ, ഞാൻ എന്നെ പോലെ ഒരു സാധാരണക്കാരൻ വിളിക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്നതിൻ്റെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്താണ്? അപ്പം അത് ഒരു ന്യായമല്ല. മുഖ്യമന്ത്രി അതൊക്കെ ഇനി ഫർദർ വരേണ്ട കാര്യമാണ്. ഞാൻ നിലവിലുള്ള പൊസിഷനാണ് പറയുന്നത്. ഈ കേസിൽ നടന്നിരിക്കുന്ന ഗവൺമെന്റിന്റെ കള്ളക്കളി ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നത് പോലും ഈ കേസ് അങ്ങനെ എന്തെങ്കിലും സാബിത്ത് കേസ് എന്താ പോവാത്തത്? 2019 ഇതേപോലെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഒരു ബൈക്കിന്റെ വേഗം പോകുന്നതിനെ വെട്ടി കുത്തി കൊന്നതല്ലേ പരസ്യമായിട്ട്? കൃത്യമായ തെളിവുകൾ അതിന്റെ ഷൂ ലൈസ് മറ്റത് മറിച്ചത് സാധനങ്ങൾ തെളിവ് കൊടുത്തിട്ട് പോയല്ലോ. എന്താ പിന്നെ ഇവിടെ പോകാത്തത്, ഹൈക്കോടതി പോകാത്തത്? രാഷ്ട്രീയമാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ എങ്ങനെങ്കിലും ഹൈക്കോടതിയിൽ പോയി ജാമ്യം അവിടെ അപ്പീൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ കാര്യം. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ സർക്കാർ അപ്പീൽ പോകില്ലായിരുന്നു. പോക്സോ കേസ് ഡീറ്റെയിൽസ് നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. ഞാൻ എന്റെ കേസ് നമ്പറൊക്കെ പറഞ്ഞു. കേസ് നമ്പർ ഇതിന്റെ 2 കക്ഷികളെ കൊടുക്കുന്നത്. വിക്ടിമും പരാതി കൊടുത്തു, അവർ പരാതി കൊടുത്തു. വിക്ടിമിന് കിട്ടിയില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം പിന്നെ പ്രതി പറയുന്നത് എന്താ അറിയോ, ഞാനത് വക്കീലിന്റെ കൊടുത്തിട്ട് പറഞ്ഞിട്ട് വക്കീലിനെതിരെ കേസ് കൊടുത്തു. എന്നുവെച്ചാൽ വിക്ടിമിനെയും അതിനോടനുബന്ധമായ 4ാം പ്രതിയാണോ 4 3 ആണ് ഈ പറയുന്ന ഈ പ്രോസിക്യൂട്ടർ. ഈ പോക്സോ കേസ് പ്രതിയുടേതും ബാലുശ്ശേരി വഞ്ചന കേസും അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? പൈസ എനിക്ക് ഞാൻ കൊടുത്തു എന്ന് പ്രതി പറയുന്നു, പൈസ കിട്ടിയില്ല എന്ന് ആര് പറയുന്നു? വിക്ടിം പറയുന്നു. അപ്പോൾ വിക്ടിം ഒരു കേസ് കൊടുക്കുന്നു, പൈസ കിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതി പറയുന്നു, വിക്ടിമിനെയും കൂടി കക്ഷി ചേർത്തുകൊണ്ട് ആ കേസാണ് ഇപ്പം സുപ്രീം കോടതി. വിക്ടിം കേസ് പിൻവലിച്ചു. കാരണം എന്താണ്? പൈസ കൊണ്ടുപോയി കൊടുത്ത് സെറ്റിൽ ചെയ്തു. പക്ഷേ മറ്റാളെ കേസ് പിൻവലിച്ചിട്ടില്ല. ഹൈക്കോടതി സ്റ്റേഡാണ്. 2014 സ്റ്റേഡാണ്. രണ്ട് തരത്തിലാണ്. അല്ലേ, അങ്ങനൊരു ഒറ്റ കേസ് എടുത്തിട്ട് പറയാനല്ല ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കേസിനകത്ത് ഒന്നാമത് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ഒരു ഗവൺമെന്റ്, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു മുഖ്യമന്ത്രി, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ആഭ്യന്തരമന്ത്രി, അവർ ഇത്തരം കാര്യങ്ങളോട് കാണിക്കുന്ന അലംഭാവമാണ്. ഒരു കലാപം ഉണ്ടായാൽ, ഒരു കൊലപാതകം ഉണ്ടായാൽ അത് അവസാനിപ്പിക്കണമെന്ന സിൻസിയറായ അപ്രോച്ച് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. കാരണം അവരുടെ സൈക്കോളജി ജയിലിൽ കിടക്കുന്ന സ്വന്തം വെട്ടുകേസിലും കുത്തുകേസിലുള്ള പ്രതികളെ എങ്ങനെ പുറത്തു കൊണ്ടുവരണം, അവർക്ക് എങ്ങനെ പരോൾ കൊടുക്കണം, അവരെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം വകുപ്പുകൾ ചേർത്തണമെന്ന് കൂലങ്കഷമായി ആലോചിക്കുന്ന ഒരു ഗവൺമെന്റ് രാജ്യത്ത് കൊലപാതകങ്ങൾ നടക്കുന്നതിനെ വളരെ ലാഘവത്തോടു കൂടി കാണും. അങ്ങനല്ല സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മനോവികാരം അതല്ല. അതല്ലെങ്കിൽ റിയാസ് മൗലവിയുടെ ഭാര്യയുടെയും ബാപ്പന്റെയും മനോവികാരം അതല്ല. രാജ്യത്തെ പൊതുജനങ്ങളുടെ മനോവികാരം അതല്ല. ഗവൺമെന്റിനോ ഇതിലുള്ള പ്രതികളെ എങ്ങനെ രക്ഷപ്പെടുത്താം? ബന്ധമില്ല. ഇപ്പോൾ ബോംബ് സ്ഫോടനം ഉണ്ടായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രമേൽ വിജിലന്റ് ആയിട്ട്. ഞാനിപ്പോൾ കർണാടകയിൽ മെനഞ്ഞാന്ന് ബാംഗ്ലൂരിൽ ഹാരിസിന്റെ ഉമ്മ മരിച്ചിട്ട്, MLA ഉമ്മ മരിച്ചിട്ട് ഞാൻ വരുന്ന വഴിയിൽ ചുരുങ്ങിയത് ഒരു 10 സ്ഥലത്ത് ബ്ലോക്ക് ചെയ്തു പോലീസ്. നിങ്ങൾക്കും ബോധ്യം ഉണ്ടാവും. ചെക്ക് ചെയ്യേണ്ട വണ്ടിയൊക്കെ. അത്ര വിജിലന്റ് ആയിട്ട് രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കൂളായിട്ട് ബോംബ് സ്ഫോടനം നടത്തി ഒരാളുടെ കൈയറ്റുപോയി. ഉടനെ തന്നെ വരുന്ന വാദപ്രതിവാദം എന്താണ്? അയാൾ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല, അത് ഞങ്ങളുടെ പാർട്ടിപ്പെട്ടതല്ല, ശൈലജ ടീച്ചറുടെ കൂടെ ഫോട്ടോ ഒന്നും ആർക്കും ഫോട്ടോ ഒന്നൂടെ എന്നൊക്കെയുള്ള ന്യായവാദങ്ങളാണ്. അല്ലെങ്കിലും ഈ പ്രതികളൊക്കെ എപ്പോഴാണ് CPM ഏറ്റെടുത്തിട്ടുള്ളത്? ഏത് തരത്തിലാണ് ഞങ്ങളാളാന്ന് പറഞ്ഞിട്ടുള്ളത്? ഞങ്ങളാളാന്ന് പറയില്ല, അവരുടെ ആളുകളൊക്കെ എന്നറിയോ? പിണറായിൻ്റെ മകള് വലിയ ക്രൈം ചെയ്തിട്ടുണ്ട്, SFIO അന്വേഷിക്കുകയാണ്. എന്നാൽ പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല. അവർ പാർട്ടിക്കാരി അല്ല എന്ന് പറഞ്ഞിട്ടില്ല. EP ജയരാജന്റെ മകന്റെ പേരിൽ റിസോർട്ട് ആരോപണം വന്നു, വലിയ വിവാദമായി. ഈ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ പാർട്ടി നേതാക്കന്മാരുടെ മക്കളും ഇതിനൊന്നും പോകുന്നില്ല. ബോംബുണ്ടാക്കാൻ പോകണില്ല, കുഴപ്പമുണ്ടാക്കാൻ ഒരു പൈസ ഉണ്ടാക്കാനേ പോകുന്നുള്ളൂ. ഒരു ബോംബുണ്ടാക്കി കൈ പോകാനും അവരുടെ കാല് പോകാനുള്ള പണിക്കൊന്നും ഒരു CPM നേതാവിന്റെ മക്കളും ഇല്ല. അതുകൊണ്ട് അവരൊന്നും തള്ളി പറയേണ്ട ഗതികേട് CPM-നില്ല.
ഗതികേട് എന്ന് പറഞ്ഞാൽ അഴിമതി കേസ് തള്ളി പറയില്ല, പക്ഷേ ഈ കേസിലൊക്കെ തള്ളി പറയും. കാരണം എന്താ പറയുക, കൈ പോയവൻ എന്തിനാ ഈ പാർട്ടിക്ക് 2 കൈ പോയി. ഇവൻ ആരൊക്കെ കൂടുതൽ പിന്നെ CPM-ന്റെ വലിയ ക്രിമിനലുകളുടെ കൂടെ ഇവൻ നിൽക്കുന്ന ഫോട്ടോ അടക്കുന്നുണ്ട്. ക്രിമിനൽ സംഘത്തിലെ കക്ഷിയാണ്. ഒരു സ്ഥാനാർത്ഥി, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ഗവൺമെന്റ്, ഇപ്പോൾ AK ബാലൻ പറഞ്ഞൊരു വലിയ പരാതി എന്താണ്, ഈ സഖാക്കളോട് പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും കാട്ടി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം, അല്ലെ നമ്മളെ ചിഹ്നം എലിപ്പെട്ടിയായി പോകുന്നതാണ്. ബാലനെ പേടിക്കേ വേണ്ട, ചിഹ്നം നല്ല ചിഹ്നം ഓൽക്കുണ്ട്, ബോംബാക്കിയാൽ മതി. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല CPM-ന്റെ ചിഹ്നം ബോംബാണ്. അത് ആക്കി കൊടുത്താൽ പിന്നെ ആ ടെൻഷൻ വെക്കണ്ട, പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ. എന്തൊരു പാർട്ടിയാണ്, എത്ര പച്ച. അത് ഈ ഒരു പ്രശ്നം ഞാൻ പറയണത്, ഈ ഒരു പ്രശ്നം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമുള്ളത്, ഭരിക്കുന്നവന്റെ ഇന്റൻഷൻ എന്താണ്, പാർട്ടി സെക്രട്ടറി ആരാണ്, ഇവരുടെ പശ്ചാത്തലം ഏതാണ്. ഇതൊക്കെ ഭീകരമായ കുത്ത് ചവിട്ട് ബോംബ് അഴിമതി ഇതന്നെയാണ്. അങ്ങനെ പശ്ചാത്തലമുള്ള ഒരു ഗവൺമെന്റ് നിന്നോ അതിന്റെ പിന്നെ ഇതിൽ നിന്നോ സിൻസിയറായ ഒരു അപ്രോച്ച് എങ്ങനെ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാവുക രാജ്യത്ത്? അപ്പോൾ ബോംബാക്രമണത്തിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ബാക്കിയുള്ള പച്ച നുണ പറഞ്ഞ് ഓരോ സെന്റിമെന്റ്സുകൾ വരുന്ന അതാത് കാലങ്ങളിൽ വരുന്ന സെന്റിമെന്റ്സുകൾ വന്ന് ഓരോ കമ്മ്യൂണിറ്റിനെ അപ്രോച്ച് ചെയ്ത് പിന്നെ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ ഏത് തരത്തിലുള്ള അടിസ്ഥാന താല്പര്യമാണ് ഈ ക്രിമിനൽ അന്തരീക്ഷത്തിൽ നിന്ന് നാടിനെ രക്ഷിച്ചെടുക്കാൻ CPM-നുള്ളത്? അതെ, ചില കാര്യങ്ങളിൽ ഔത്സുക്യവും ചില കാര്യങ്ങൾ അലംഭാവം എന്നല്ല ഞാൻ പറഞ്ഞു, ഇന്റൻഷനാണ് പ്രധാനം. ഇന്റൻഷനാണ്. അതിൽ ചിലപ്പോൾ എന്താവും, 2 തരത്തിൽ എഫക്ട് ഉണ്ടാവാലോ. ചിലതിൽ അലംഭാവം കാണും, ചിലതിൽ ഉഷാറ് കാണും. എങ്ങനെ? അല്ല, ഞാൻ ഇപ്പൊ പറയുന്നത് പ്രിയാസ് കേസ് മാത്രമല്ല, ഞാനൊരു കേസ് മൊത്തം കേരളത്തിലെ കേസ് സ്റ്റഡി എടുത്ത് പറയല്ലോ. അതുകൊണ്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇന്റൻഷനാണ് പ്രധാനം. നിങ്ങൾ ചോദിക്കുന്നത് എല്ലാ പ്രതികൾക്കും പിന്നെ 2 കേസാണ് അവിടെ, കൊല്ലുന്നു തിരിച്ചു കൊല്ലുന്നു അല്ലേ? കൊല്ലുന്ന കേസ് ഉടനെ വരാൻ പോകണം, അതപ്പോൾ വന്നിരിക്കുന്നത് തിരിച്ചു കൊല്ലയുടെ കേസുണ്ട്. 2 കേസിനെ എങ്ങനെയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്? ഇതൊക്കെ പറയുമ്പോൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ അതിന്റെ താല്പര്യങ്ങളിൽ കയറാനാണ് മീഡിയയിൽ പലർക്കും താല്പര്യം, ഒപ്പം തന്നെ CPM-നും താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അത് പറയേണ്ടതില്ല എന്നാണ് ഞാൻ ആ വിഷയത്തിൽ വിചാരിക്കുന്നത്. ഇന്റൻഷനാണ് പ്രധാനം. ഞാൻ പറയുന്ന എല്ലാ കേസുകളിലും എന്ന് വെച്ചാൽ കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അത്രമേൽ ക്രിമിനൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും ഒക്കെ തന്നെ എടുക്കുന്ന കേരളത്തിലെ കൊലപാതക കേസുകളിലൊക്കെ വളരെ കൃത്യമായ താല്പര്യം അവർക്കുണ്ട്. ഏത് കേസുകളിലാണ് വിധി വരേണ്ടത്, ഏത് കേസുകളിലാണ് വിധി വരാതിരിക്കേണ്ടത്, അത് എല്ലാവർക്കും ജീവമരുന്ന് വാങ്ങിക്കൊടുക്കാവുന്ന കേസ് അവർക്കറിയാം, എല്ലാവരെയും വെറുതെ വിടുന്ന കേസ് അവർക്കറിയാം. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്ന കേസ് ഫയലാണല്ലോ, എൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നതല്ലോ. ഇനി എൻ്റെ പേരിൽ പിന്നെ ഇയാൾ ഇങ്ങനെ കേസില്ല എന്ന് കൊടുക്കട്ടെ, ഇയാളുടെ പേരിൽ കേസുണ്ട്. 2024 ഹൈക്കോടതി സ്റ്റേഡാണ് ആ കേസ്. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത്? അപ്പൊ അത്തരം ഒരു പിന്നെ പ്രോസിക്യൂട്ടറെ ഈ കേസിൽ ഇടുക, എന്നിട്ട് ചുമ്മാ നടന്നോട്ടെ, അയാൾ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല, കുടുംബം പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് പറയില്ലല്ലോ ഗവൺമെന്റ് ഉത്തരവാദിത്വം. വീണ്ടും അപ്പീലിന് വേണ്ടി കൊടുക്കാൻ ഇതേ പ്രോസിക്യൂട്ടർ. പിന്നെ അതിന്റെ കേസിനെ കുറിച്ച്, അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്തായിരിക്കും സ്ഥിതി? കണ്ണൂരിലെ തയ്യാറെടുപ്പ് ആരോപിക്കുന്നുണ്ടായിരുന്നു, അവർക്കൊരു പ്ലാൻ ഉണ്ടാകും. പക്ഷേ ടാർഗറ്റ് എന്തായിരിക്കും? കണ്ണൂരിൽ നേരത്തെ മത്സരിച്ചിട്ടുണ്ടല്ലോ ഈ ഇലക്ഷൻ കാലത്ത്. അല്ല, ബോംബൊരു മേക്കപ്പ് ആയിട്ടല്ലല്ലോ എന്തായാലും. അതെന്തിൻ്റെ ആയിരിക്കും ആ തയ്യാറെടുപ്പ്? തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ കണ്ണൂരിലെ 10 വർഷം MLA ആയാളാണ്. CPM-ന് ഒരു ക്രിമിനൽ പശ്ചാത്തലം നന്നായിട്ട് അറിയാം. അതിൽ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ തലേ ദിവസങ്ങളിൽ ഭയപ്പെടുത്തുക ആദ്യം, രണ്ടാമത് ഡയറക്റ്റായിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ് എല്ലാ തരത്തിലും. ഞാനൊക്കെ പിന്നെ ഷുക്കൂർ കൊലക്കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ വണ്ടിക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വണ്ടിക്ക് ഞാൻ മത്സരിക്കാൻ പോകുന്നിടത്ത് മുഖത്തേക്ക് തുപ്പിയിട്ടുണ്ട്. എവിടുന്ന്? അഴീക്കോട് പോലുള്ള അഴീക്കൽ ഭാഗങ്ങളിൽ നിന്ന് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ വളരെ ഭീകരമായിട്ട് ചീത്ത വിളിക്കും, പിന്നെ അതിനേക്കാൾ മോശമായിട്ട് പെരുമാറും, പിന്നെ ബോംബെറിയും. ഇത് ഘട്ടം ഘട്ടമായിട്ടുള്ളതാണ്. ഇത് എറിയാനുള്ള ബോംബല്ലെങ്കിൽ പൊട്ടുന്ന ബോംബാന്ന് പ്രൂവ് ചെയ്തല്ലോ, അത് ഓരെന്നെ പ്രൂവ് ചെയ്തു. അങ്ങനെ കാര്യമുണ്ട്. ക്വാളിറ്റി ചേഞ്ചിന്റെ ചെക്കിങ്ങിന്റെ പ്രശ്നമില്ല. ഇത് പൊട്ടുന്ന ബോംബാണ്, പൊട്ടിയ കയ്യും കാലൊക്കെ പോകും എന്നവർക്ക് ബോധ്യമായിട്ടുണ്ട്. അതിന് ചെക്കിങ്ങിന്റെ പ്രശ്നമൊന്നുമില്ല. ആയിരിക്കും, അതങ്ങനെ ഒരു സൂചനയൊന്നും ഞാൻ പറയണില്ല. പക്ഷേ അവിടെ പാലക്കാട് നിന്ന് വന്ന് മത്സരിച്ച ഷാഫിയെ 2 തരത്തിൽ ടാർഗറ്റ് ചെയ്യാമെന്ന് അവർക്ക് പറയാം. ഒന്ന്, BJPക്കെതിരെ ഒരു നോബൽ വിന്നിങ് നടത്തിയിട്ടുള്ള ഒരാളാണ്. ആ തരത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം മാഷാലിനെയും പിന്നെ ടൗല് മാറ്റലൊക്കെ ആണല്ലോ പരിപാടി.
ആ തരത്തിലൊക്കെ അറ്റംപ്റ്റുകൾ ഉണ്ടായിരിക്കാം. അത് പിന്നെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഷാഫിയെ പോലുള്ള ഒരാൾ പര്യടനം നടത്തുന്നതിൻ്റെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് മാത്രം ഈ സ്ഫോടനം നടന്നിട്ടുള്ളത്. അപ്പോൾ അത് CPM പോലെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ ലക്ഷ്യം അത് നമ്മൾ വിചാരിക്കണം, നമുക്കങ്ങ് വിചാരിച്ച് ഊഹിച്ചെടുക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ആളുകളല്ല. കാരണം കൊല്ലുന്നവനും വിട്ടുന്നവനൊക്കെ എവിടുന്ന വരിക, എറിയുന്നവനൊക്കെ പിന്നെ ആ സമയത്ത് ഒരു ബോംബ് ഉണ്ടാക്കി ഒരു മാറും, എറിയാൻ വേറെ ആളുകൾ വരും, അതൊക്കെ ഉണ്ടാവുക. ഈ സ്ഫോടനം നടത്തിയത് UDF അല്ല അത് പിന്നെ UDF-കാർക്ക് എന്ത് ബോംബ്, അത് നാട്ടുകാരും വിശ്വസിക്കൂലല്ലോ. ബോംബുണ്ടാക്കണ വോട്ടർ രമേശ് ചെന്നിത്തല പറഞ്ഞാൽ ഉള്ള ആൾക്കാരെ വോട്ടർ പട്ടിക തീർക്കുന്ന പണി തന്നെ പറഞ്ഞു എന്നതൊക്കെ ബോംബുണ്ടാക്കാൻ പോകുന്നത്. അതൊക്കെ CPM-ന്റെ ആളുകളുടെ പിന്നെ പരാക്രമമല്ല. അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവണുണ്ട്. അതിലൊന്നും പിന്നെ വേറെ കാര്യങ്ങളില്ല. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ പ്രത്യേകിച്ച് വടകരയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഭ്രാന്തിയുണ്ട്. അവരുടെ ഒരു ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനാണ് അവിടെ ഒരു വെച്ചിരിക്കുന്നത്. അത് തകർന്നു പോകുമെന്നുള്ള ഭയം, ആ ഭയമാണ് അവരിപ്പം ബോംബിടാൻ ഭയം. എന്നാലും നമ്മളെന്താ ചെയ്യുക, പരമാവധി വീടുകൾ കയറി ഇറങ്ങിയിട്ട് എങ്ങനെ വോട്ടുണ്ടാക്കാൻ നോക്കുന്നതിന് പകരം അവർ പരമാവധി എത്ര ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു നോക്കുന്നത്. അതായത് വ്യത്യാസം. ഇതെങ്ങനെ കൊളാക്കാൻ പറ്റും. ഈ രാഹുലിന്റെ പ്രചാരണത്തിലൊക്കെ ലീഗിന്റെ കൊടി ഉപയോഗിക്കാൻ പറ്റില്ല, അതിനെ കുറിച്ചൊക്കെ CPM നേതാക്കൾ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അപമാനിക്കപ്പെട്ട് കഴിയണോ എന്നുള്ളതൊക്കെ ലീഗിനോട് വലിയ താല്പര്യവും സ്നേഹവും അടുത്തതായിട്ട് പിണറായി ഉൾപ്പെടെ ഉൾപ്പെടെ അതെ കാണിക്കുന്നത്. അതെ അതെ രാജ്യത്ത് വളരെ ശക്തങ്ങളോട് സ്വീകരിക്കുമ്പോഴും ലീഗിന്റെ കാര്യത്തിൽ വലിയ താല്പര്യവും സ്നേഹമാണ് ആവർത്തിച്ച് കാണിക്കുന്നത്. അല്ല ഈ ലീഗിന്റെ കൊടിന്റെ കാര്യത്തിലൊക്കെ അവർക്ക് ഭയങ്കര പ്രശ്നവും പ്രയാസമുണ്ട് പിണറായി വിജയന്. സത്യത്തിൽ ഈ പച്ച കാണുമ്പോൾ നമുക്കതൊരു കളറാണ്, ചുവപ്പ് കാണുമ്പോൾ നമുക്കൊരു കളറാണ്, എല്ലാവർക്കും അതൊരു കളറാണ്, ചുവപ്പ് പച്ച കറുപ്പ്. എന്നാൽ ഇവർക്ക് ഈ പച്ച ഒരുതരം ഭ്രാന്താണ്, എന്ന് വെച്ചാൽ വർഗീയ ഭ്രാന്താണ്. പച്ച ബോർഡ് പാടില്ല എന്ന് കേരളത്തിൽ പറഞ്ഞ ഒരു മനുഷ്യനാണ് ഈ പിണറായി വിജയൻ. നമ്മളെ ആളുകൾ പറയുന്നുണ്ട്, പണ്ട് തമാശാക്കിയിട്ട് പറയലുണ്ട്, പിന്നെ ബത്തൊക്കെ മുറിച്ചപ്പോൾ അതിനടിയിൽ ഇപ്പോൾ ചോപ്പായതുകൊണ്ട് ലീഗുകാർ തിന്നില്ല എന്ന് അറിയലുണ്ട്, ഒരു തമാശ പറയാറുണ്ട്. ആ അർത്ഥത്തിൽ ഈ തരം ഭ്രാന്ത്, പച്ച ബോർഡ് കണ്ടാൽ ഇന്റർനാഷണൽ കളറാണ് സ്കൂളുകളിലെ, ക്യാമ്പസുകളിലെ, യൂണിവേഴ്സിറ്റികളിലെ കളറാണ്, അത് പാടില്ല എന്ന് പറഞ്ഞ് പച്ച ബ്ലൗസ് പറ്റൂല. ഈ ചുവപ്പിനോട് തന്നെ CPM-ന് ഇഷ്ടം എന്താ അറിയാം, അത് ചോരയുടെ കളറായതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ചോരയുടെ കളറാണ്, ചോരയോടുള്ള അവരുടെ അഭിവാഞ്ചയും അവരുടെ അമിതമായ താല്പര്യമാണ് അതിനുള്ളിൽ. ഞങ്ങളുടെ പ്രശ്നം പച്ചയൊന്നുമല്ല, ഞങ്ങളുടെ പ്രശ്നം കൊടിയുമല്ല, ഞങ്ങളുടെ ഐഡിയോളജിയാണ് പ്രശ്നം. നാളെ മുസ്ലിം ലീഗിൻ്റെ പിന്നെ ഓൾ ഇന്ത്യ കമ്മിറ്റി കൂടിയിട്ട് ഈ കൊടിൻ്റെ നിറം മാറ്റിയാൽ ഞങ്ങൾ ആ കൊടി പിടിക്കും. കറുപ്പ് കൊടിയാണോ കറുപ്പ് പിടിക്കും, ചുവപ്പ് കൊടിയാണോ ചുവപ്പ് കൊടി പിടിക്കും. തുർക്കിയിലെ പിന്നെ മുസ്ലിം ഓർഗനൈസേഷൻ്റെ കൊടി ചോപ്പാണ്. ഈ എന്ത് തരം വിവരക്കേടാണ് ഒരു ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത്? കൊടിക്ക് എന്താണ് ഇവിടെ? മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട സാധനം കൊടിയല്ല, ഐഡിയോളജിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരാൻ പ്രയത്നിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ കൊടി അവിടെ കാണിച്ചില്ല എന്ന് പറയുന്നത് കേട്ടോ, ഞങ്ങളെ കൊടി കാണിച്ചില്ല എന്നുള്ള പ്രശ്നം. ഈ സാധുക്കൾക്ക് കൊടി അവിടെ കെട്ടുണ്ടെന്ന് മനസ്സിലാവണില്ല. മാഹി ബൈപ്പാസ് വന്നതിൽ വലിയ സങ്കടം CPM. കാരണം എന്താ പറയുക, ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ട് മാഹിൻ്റെ വരുമ്പോഴത്തിന് ബൈപ്പാസ് ആയതുകൊണ്ട് ഫുൾ സ്പീഡ് പോകുമല്ലോ, അപ്പോൾ അത് മാറിപ്പോവാണ്. എന്നുവെച്ചാൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇപ്പുറത്തെത്തി രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കേണ്ട സമയമായി. ബൈപ്പാസ് വന്നതിൽ വരെ സങ്കടമാണ് CPM-ന്. കാരണം ആജാതി പാർട്ടിയാണ്. അവിടെ മായി കൊണ്ടുപോയിട്ട് കോൺഗ്രസിൻ്റെ കൂടെ കിട്ടും, പിന്നെ വടകര കൊണ്ടുവന്നിട്ട് പിന്നെ CPM വേറെ കിട്ടും, പിന്നെ ഗൂഡല്ലൂരിൽ പിന്നെ എന്താണ് സ്റ്റാലിൻ്റെ കൂടെ കിട്ടും, വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി ചീത്ത പറയും. ഈ അരഗതിയും പരഗതിയും ഇല്ലാത്ത പാർട്ടി ഞങ്ങൾ കൊടി പിടിക്കണില്ല. ഇനി മൊത്തം തന്നെ കൊടി ഒഴിവാക്കുക. പിണറായിക്ക് എന്താ പ്രശ്നം? ഞങ്ങളെ പാർട്ടി കൊടി ഇല്ല എന്ന് ചോദിച്ചു. പിണറായിൻ്റെ ചെലവിനകത്ത് ഞങ്ങൾ നടന്നത്. ഞങ്ങൾക്ക് കൊടി വേണ്ടെന്ന് എന്താ പ്രശ്നം? ഞങ്ങളുടെ ഐഡിയോളജിയാണ് പ്രശ്നം. ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഫാഷിസത്തെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് വിയോജിപ്പുകളുള്ള കോൺഗ്രസ് അടക്കമുള്ള മുന്നണിയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ശിവസേനയായിട്ട് എന്താണ് കോൺഗ്രസ് സഖ്യമാണല്ലോ മഹാരാഷ്ട്രയിൽ. എന്താ സഖ്യം? BJP-യെ തോൽപ്പിക്കുക എന്ന കോസിൻ്റെ കൂടെ അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. BJP-യെ തോൽപ്പിക്കുക എന്നുള്ള കോസിൻ്റെ കൂടെ അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ വന്ന് കൊടിയില്ല വടിയില്ല, ഇവിടെ ബോംബ് പൊട്ടിക്കുക, ഒരു മനുഷ്യനെ പച്ചക്ക് കൊന്നിട്ട് പിന്നെ എന്താണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പ്രോസിക്യൂട്ടറെ കൊണ്ടുവന്നിട്ട് കേസ് കൊടുക്കുക. ഈ പണികൾ മുഴുവൻ ചെയ്യുക, നാട് മുഴുവൻ അഴിമതി നടത്തിയിട്ട് അങ്ങനെ അറ്റത്തെത്തിക്കുക. അതിനിടയ്ക്ക് വന്ന് ലീഗിൻ്റെ കൊടി. എന്തൊരു സങ്കടം! ഞങ്ങൾക്കില്ലാത്ത ബേജാറ് ഏതായാലും പിണറായി വിജയന് വേണ്ട. ഈ വളരെ ശക്തമായ നിലപാട് തീവ്ര സംഘടനകളോട് സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ SDP-യുടെ ഒരു പിന്തുണ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കുറച്ച് ദിവസത്തെ ഒരു പലതരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് ശേഷമാണ് അവസാനം തീർന്നു പറയുന്നത്.
ഒരു അമാന്തം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. CPI ഒരു പിന്തുണ പറയുന്നു. അതിനോട് UDF അല്ലെങ്കിൽ ലീഗ് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന രീതിയിൽ കോൺഗ്രസിനോട് പ്രതികരിച്ചു. ഒന്നാമത് ഞാൻ അതിൽ അഭിപ്രായം പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പൂരം കഴിഞ്ഞിട്ട് എന്താ പറയുക, കോടതി കഴിഞ്ഞ് ന്യായം പറയാന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഞാൻ പറയുന്നത് അതിൻ്റെ ഏറ്റവും പീക്ക് ടൈം, എൻ്റെ വ്യക്തിപരമായ ഏറ്റവും ക്രൂഷ്യൽ ടൈം വളരെ കൃത്യമായി ഈ നിലപാട് പറഞ്ഞ ഒരാളാണ് ഞാനത്. പിന്നെയും പറയാമെന്ന് പറയുന്നത് എനിക്ക് എന്നോട് തന്നെ ഒരു അഭിപ്രായം ഇല്ലാതാക്കുന്ന കാര്യമാണ്. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സമീപനം ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ മാത്രം ചോദിക്കേണ്ട കാര്യമുള്ളൂ ഞാൻ പറയുന്നത്. വളരെ ക്ലിയറാണ്. അത് ലൈഫ് കൊണ്ട് പ്രൂവ് ചെയ്ത ആളാണ് ഞാനിപ്പോഴും. പോലീസുകാരുമായിട്ട് നടക്കുന്നത് ഒറ്റ സംഭവത്തിൻ്റെ പേരിലാണ്. ഇടതുപക്ഷം ഭരിച്ചിട്ട് പോലും അവർ പ്രൊട്ടക്ഷൻ പിൻവലിക്കാതിരിക്കുന്നത് ഒറ്റ സംഭവത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാനൊന്നും ഇനി ലൈഫ് കൊണ്ട് പ്രൂവ് ചെയ്തൊരു കാര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. അവിടെ എനിക്കതിൽ നിലപാട് ഏത് സമയത്തുണ്ട്. പിന്നെ നിലപാടുകൾ എന്തുകൊണ്ട് പിന്നെ പറയുന്നില്ല എന്നുള്ളത്, ഒരു നിലപാട് പറയേണ്ട സാഹചര്യം വളരെ പ്രധാനമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫാഷിസത്തിൻ്റെ തീവ്രഭാവം നിൽക്കുന്ന സമയത്ത്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകരുത് എന്ന് വിചാരിക്കുന്ന ഒരു പൊതു രാഷ്ട്രീയ ബോധമാണ് എന്നെ നയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അല്ല പ്രശ്നം. അഭിപ്രായ വ്യത്യാസം വരേണ്ട ഘടകങ്ങൾ വരുന്ന സമയത്ത് അത് കമ്മ്യൂണിറ്റിയോ സമൂഹത്തെയോ ബാധിക്കുമെന്ന് വരുന്ന സമയത്ത് കൃത്യമായിട്ട് പറയും. അതിലെത്ര വലിയ നഷ്ടം, ജീവനഷ്ടം ഉണ്ടായാലും അത് പറയാൻ എനിക്ക് മടിയില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ കമൻറ്റ് പറയുന്നത് തീരുമാനിച്ചതുകൊണ്ടാണ്. ഈ SDP പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കാനായിരിക്കും അങ്ങനെ പിന്നെ പറയുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ട്. കാരണം ഇവിടെ പ്രഖ്യാപിക്കുന്ന അതേ സെക്കൻഡിൽ അമിത്ഷാ അവിടുന്ന് ഏറ്റെടുക്കുന്നു, അമിത്ഷാ അതിനെ വലിയൊരു വിഷയമാക്കി എടുക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. ഞാനത് ഒരു എന്താ പറയുക, ആ വിഷയത്തിൽ എനിക്കതിനോടൊരു പരിഹാസ്യതയുള്ളത്. കാരണം എല്ലാവരും അത് ഏറ്റവും അതിൻ്റെ പ്രൈം സിറ്റുവേഷനിൽ നിശബ്ദരാവുകയും അല്ലാത്ത സമയങ്ങളിൽ വലിയ എത്ര പഞ്ചായത്തുകളിൽ CPM ഭരിക്കുന്നു. ഇപ്പോഴും ഇല്ലയെന്ന് പറയും. നിങ്ങൾ കേരളത്തിലെ മീഡിയ പ്രവർത്തകർ ഇല്ല നിങ്ങൾ പറയാൻ പറ്റുമോ? ഇപ്പോഴും ഉണ്ടല്ലോ. ഇതൊക്കെ ചെയ്യാം. എനിക്ക് പറയാൻ കഴിയും, എൻ്റെ പെട്ടിയിൽ വീണിട്ടുണ്ടെങ്കിൽ പോലും ആ വോട്ട് വെറുക്കപ്പെട്ട വോട്ടായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പോളിസി അതാണ്. ഞാൻ തെരഞ്ഞെടുപ്പിൽ ആ നിലപാട് സ്വീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളാണ് 2 തവണ. അവിടെ എനിക്കതിനകത്ത് അങ്ങനെ ഒരു ഈ കാണുന്ന ബഹളത്തിലൊന്നും അത് എന്നെ ചഞ്ചലപ്പെടുത്തുകയോ എനിക്കതിനകത്ത് എന്തെങ്കിലും വികാരവും ഇല്ല. ഓക്കെ.